നമുക്ക് തിരക്കിട്ട ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാവുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ റെഡിയാക്കുന്നത്. കറി പോലും വേണ്ട കേട്ടോ. ഒരു ഗ്ലാസ് കട്ടൻ ചായൻ്റെ കൂടെ നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഒരു 1.5 കപ്പ് അരിപ്പൊടി ഇട്ടെടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് റവയും കൂടെ ഇട്ടുകൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ഇട്ടുകൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഇതിലോട്ട് മതിയാവില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ചുകൂടി ഒഴിച്ചെടുക്കാം. അരിപ്പൊടി അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം വേണ്ടി വരും. പിന്നെ റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടില്ലേ. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ കലക്കിയെടുക്കാം. അപ്പോൾ അത് കുറച്ചും കൂടെ വെള്ളം വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാവിൽ ചെറുതായിട്ടുള്ള കുറേ കുത്തുക്കളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തേങ്ങയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് മാവ് നന്നായിട്ട് തന്നെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം കേട്ടോ മാവ്, കുറച്ച് ലൂസിലായിരിക്കണം. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതുപോലത്തെ അപ്പച്ചട്ടിയിലാട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്ക് വെന്ത് കിട്ടും. അപ്പോൾ അത് അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. നമ്മൾ തിരക്കിട്ട ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. കറിയൊന്നും പോലും വേണ്ട കേട്ടോ. നമുക്കിത് ഇങ്ങനെ തന്നെ ചായൻ്റെ കൂടെ കഴിക്കാം. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കി. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.